നിക്കാഹ് ഫങ്ഷനാണ്. അപ്പോൾ അതിന് പോവാൻ റെഡിയാവുകയാണ്. റെഡിയാവുന്ന കണ്ടാലോ? ഉമ്മച്ചി സാരിയാണ്, സാരി. ഉമ്മച്ചി കുറേ നാൾ എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഉമ്മി സാരി ഉടുക്കുന്നത്. അതുകൊണ്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല ഉമ്മി സാരി ഉടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണണ്ടേ, ഉമ്മച്ചിയെ സാരി ഉടുപ്പിക്കുന്നത് ഞാനാണ്. ഉടുപ്പിക്കുന്നത് പറഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് എങ്ങനെയാണ് സാരി ഉടുക്കണ്ടേന്നും അതിൻ്റെ ആ ഒരു ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഉടുത്തിങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. സമയം കളയാൻ നമുക്ക് ഒരുങ്ങാം. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഒരു ഷറാറാണ്, റാണി പിങ്ക് കളർ. ഓക്കെ, ഉമ്മച്ചി സാരി ഉടുത്ത് കഴിഞ്ഞു. നല്ല രസമാണ്. ഒരു ഗെറ്റ് റെഡി വിത്ത് പി ആൻഡ് ഉബി എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് ആക്ച്വലി ഈ വീഡിയോ. പക്ഷെ അത് അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോയുടെ ഒരു ക്ലിപ്പായിട്ട് അത് ഷെയർ ചെയ്യാമായിരുന്നു. വീടിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ ആയിരുന്നു ഫംഗ്ഷൻ. അടുത്തുള്ളൊരു ചേർച്ചിൻ്റെ പാരിഷ് ഹാളിൽ വെച്ചിട്ടായിരുന്നു. നിക്കാഹായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഞങ്ങളുടെ കൂടെ ഉമ്മച്ചിയുടെ കൊച്ചുമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു കൊച്ചുമ്മ. പിന്നെ ഉമ്മയുടെ സാരി ലുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉമ്മ ആരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസിൽ വെച്ചല്ലേ എല്ലാവരെയും നമുക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ഇതായിരുന്നു ഓഡിറ്റോറിയം. നല്ല ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു. നിക്കാഹാണെങ്കിലും ഒരു കല്യാണ വൈബ് പോലെ ആയിരുന്നു. ബ്രൈഡിൻ്റെ ഉമ്മയാണ്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എല്ലാ പേരൻസിനെയും പോലെ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ കാത്തുകാത്തിരുന്ന ഒരു മുഹൂർത്തമാണിത്. എൻ്റെ മകളുടെ നിക്കാഹാണെന്ന്, വിവാഹം ജനുവരിയിലേ ഉണ്ട്. സന്തോഷം. എൻ്റെ സന്തോഷത്തിൽ നിങ്ങളും പങ്കെടുക്കണം. എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പുറത്താണ്. പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. ആ ഒരു വിഷമവും എനിക്കുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഹായ് പറ. ഇതാണ് നമ്മുടെ ബ്രൈഡ്. ഇത് എൻ്റെ കുഞ്ഞുമ്മ ആയിട്ട് വരും. പക്ഷെ ഞാൻ ഇത്തിന്നാണ് വിളിക്കാറ്. ഞങ്ങൾ അമ്മ അത്ര ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഇത് ഉമ്മച്ചിയുടെ ഒരു കസിനാണ്. ഇവർ അമ്മ ഭയങ്കര കൂട്ടാണേ. ഇത് എൻ്റെ വേറൊരു കുഞ്ഞമ്മ. ഗൈസ്, ഇതാണ് എൻ്റെ കൊച്ചാപ്പ. പള്ളി വെച്ചിട്ടായിരുന്നു നിക്കാഹ്. പിന്നെ ഗ്രൂമിൻ്റെ, അതായത് നമ്മുടെ ചെറുക്കൻ്റെ ഉമ്മയ്ക്ക് ഒരു എൻഗേജ്മെൻറ്റ്, അതായത് നമ്മുടെ നാട്ടിൽ വളയിടൽ എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ഫങ്ഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവരൊരു ഓഡിറ്റോറിയം അറേഞ്ച് ചെയ്തു. അതാകുമ്പോൾ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിരിക്കുമല്ലോ, കുറച്ച് സ്പേഷ്യസും ആകും അതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂമ്. പേര് റമീസ് എന്നായിരുന്നു. ബ്രൈഡിൻ്റെ പേര് അഹസന എന്നായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ ഫാദുക്കാണ് മറ്റേ എന്താ പറയുക, ചെറുക്കൻ വന്നിറങ്ങുമ്പോൾ കാലിലിങ്ങനെ വെള്ളം തളിക്കില്ലേ, അപ്പോൾ ആ പരിപാടി ഫാദുക്കായിരുന്നു ചെയ്തത്. ഫാദുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഭയങ്കര എന്താ പറയുക, ലൈക്ക് ഒരു വിയേർഡ് അങ്ങനായിരുന്നു. ഇതെന്ത് പരിപാടി അങ്ങനെയൊക്കെ. ഫാദുക്കയുടെ മുഖത്ത് ആ ചിരിയതാണ്. ഗ്രൂമിൻ്റെ എൻട്രി നന്നായിട്ട് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു. വളയിടീൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനിടാനുള്ള ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെ കൊണ്ട് കൊടുക്കുക, അതായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നിട്ട ഡ്രസ്സ് മാറ്റിയിട്ട് അവർ തരുന്ന ഡ്രസ്സ് ഇടണം. അവർ തരുന്ന ഓർണമെൻറ്റ്സും എല്ലാം ഇട്ടുകൊണ്ട് നമ്മൾ വീണ്ടും വന്ന് ഇരിക്കണം. അങ്ങനെ ഇതായിരുന്നു അവർ അവസരത്തേക്ക് കൊടുത്ത ഡ്രസ്സ്. ഇതൊരു ഗൗണായിരുന്നേ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ എല്ലാവരും കഴിച്ചു. ചെറുക്കനും പെണ്ണും കഴിച്ചു. അതിൻ്റെ ബിരിയാണിയും സദ്യയും ഉണ്ടായിരുന്നു.
ഞാൻ ബിരിയാണി കഴിച്ചത്, ഉമ്മയൊക്കെ സദ്യ കഴിച്ചത്. പിന്നെ അത് ഉമ്മച്ചിയുടെ വാപ്പാക്ക് എല്ലാവരും കൂടെ പൂ കൊടുക്കാൻ നോക്കുക, പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര സീരിയസാണ്, അതൊന്നും വാങ്ങിക്കില്ല. അപ്പം എല്ലാം കഴിഞ്ഞു. കല്യാണം അല്ല, ഇത് ആക്ച്വലി നിക്കാഹാണ്. നിക്കാഹ് ഇപ്പം നമ്മുടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നിക്കാഹ് നടത്തി വെക്കും, എന്നിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിൽ അല്ലെങ്കിൽ ഒരു 1 or 2 years കഴിഞ്ഞിട്ട്, 1 year മാക്സിമം 2 years അത് കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം നടത്തുന്നത്. കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര ഗ്രാൻഡായിട്ടൊരു ഫങ്ഷൻ നടത്തത്തില്ലേ, എല്ലാവരെയും വിളിച്ച് ഒരു 2-3 പരിപാടികൾ, ഹൽദി, മെഹന്തി, അതായത് ബ്രൈഡിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഫങ്ഷൻസൊക്കെ നടത്തുന്നതാണ് കല്യാണം. ഇപ്പോഴത്തെ ആക്ച്വലി നിക്കാഹ് എന്ന് പറഞ്ഞാൽ കല്യാണം തന്നെയാണ്, പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കല്യാണം വേറൊരു ഫങ്ഷൻ, നിക്കാഹ് വേറൊരു ഫങ്ഷൻ, അങ്ങനെയാണ്. അപ്പം നിക്കാഹാണെന്ന് കഴിഞ്ഞത്, പക്ഷേ കല്യാണം പോലെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു വൈബായിരുന്നു. എല്ലാവരും നല്ലതായിരുന്നു, നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു എല്ലാവരെയും കണ്ട് അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ പോലെ എല്ലാവരെയും കാണാനും എല്ലാം കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഫങ്ഷൻ വരുന്നത് ഉമ്മയുടെ ഫാമിലിയിൽ. ഇന്ന് ഉമ്മച്ചിയുടെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ മോളായിരുന്നു ഈ ബ്രൈഡ്. അപ്പോൾ ഉമ്മയുടെ ഫാമിലിയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ നാട്ടിലുള്ളപ്പോൾ ഉള്ള ആദ്യത്തെ ഫങ്ഷനാണ് ഈ നിക്കാഹ്. അപ്പോൾ മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തു. ഇപ്പം കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിൽ വന്നു. ഇനി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ആ വീട്ടിലോട്ടൊന്ന് പോകാം. നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പം ഓക്കെ, ഞാനപ്പോൾ എൻ്റെ വ്ലോഗ് ഇതോടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസും കണ്ടൻറ്റും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയനോ അങ്ങനെ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് ഇടുക. നിങ്ങളുടെ എന്തൊക്കെയാണോ പറയാനുള്ളത് അതെല്ലാം നിങ്ങൾ പറയുക, ഞാൻ റിപ്ലൈ തരാം. അപ്പം ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.